SSC-CGL 2026 ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ പുതിയ ചില മാറ്റങ്ങളുമായിട്ടാണ് SSC-CGL ഈ വർഷം വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം, സെക്ഷണൽ ടൈമർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, കുറെ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന SSC-CGL ആസ്പിറന്റ്സ് ഉണ്ട്. ഇവരെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ പ്രോപ്പർ ആയ ഒരു ചേഞ്ച് വരുത്തിയില്ലെങ്കിൽ, ഈ ഒരു മാറ്റത്തെ ഉൾക്കൊള്ളുകൊണ്ട് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വീണ്ടും ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന സെക്ഷണൽ ടൈമർ വരുമ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷനെ നിങ്ങൾ എങ്ങനെ മാറ്റണം, എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ പ്രിപ്പറേഷനിൽ കൊണ്ടുവരേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനി വരുന്ന സമയം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കീ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരിക. അപ്പൊ ഈ വീഡിയോയിൽ എന്തൊക്കെ മാറ്റമാണ് SSC-CGL 2026 വന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള CGL നോട്ടിഫിക്കേഷന്റെ കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരുന്ന മാറ്റങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇന്നലെയാണ് വന്നത്. മെയ് 21 നോട്ടിഫിക്കേഷൻ വന്നത്. മെയ് 21 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു മാസം നിങ്ങൾ നോക്കി അപ്ലൈ ചെയ്യാണ്ട് മെയ് ജൂൺ സമയങ്ങളിൽ ജൂൺ 22 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. ഈ ഡേറ്റിനുള്ളിൽ അപ്ലൈ ചെയ്ത് കഴിയാം. ഇപ്പൊ വന്നിരിക്കുന്ന വേക്കൻസീസ് എത്രയാണെന്ന് നോക്കിയാൽ 12,256 വേക്കൻസീസ് ആണ്. ഒരുപക്ഷെ ഈ വേക്കൻസീസ് ഇനിയും കൂടിയേക്കാം, കുറച്ചുകൂടെ നമ്പേഴ്സ് വേക്കൻസീസ് ആഡ് ചെയ്ത് 15,000 ഒരുപക്ഷെ നമ്പേഴ്സ് കൂടിയേക്കാം. എന്തായാലും ഇപ്പോ 12,256 വേക്കൻസീസ് ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലായിട്ട് 12,256 വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ടയർ 1 പരീക്ഷ എന്നാണ് നടക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ 2026. ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ 2 മാസങ്ങളിലായിട്ടായിരിക്കും ഒരു പക്ഷേ ടയർ 1 പരീക്ഷ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ സ്റ്റേജ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേജ് എക്സാം പറഞ്ഞിരിക്കുന്നത് ഡിസംബർ 2026 ആണ്. ഈ വർഷം തന്നെ സ്റ്റേജ് 1 ടയർ 1 ടയർ 2 എക്സാംസ് കണ്ടക്ട് ചെയ്ത് കഴിയും. അതിനുശേഷം ബാക്കി പ്രോസസ്സുകളെല്ലാം വളരെ പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലാണ് SSC-CGL കണ്ടക്ട് ചെയ്യാറുള്ളത്. അതുപോലെ പേ ലെവൽ 4 മുതൽ പേ ലെവൽ 8 വരെയുള്ള ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ് SSC-CGL വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ. ഇനി എന്തൊക്കെയാണ് ഈ വർഷം SSC-CGL പരീക്ഷയിൽ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ? ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ വളരെ നേരത്തെ 1-2 വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് വന്ന പുതിയ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ആ സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നുള്ളത്. അത് ടയർ 1 മാത്രമല്ല ടയർ 2 ഇത്തരത്തിൽ ടൈമിംഗ് ബേസ്ഡ് ആയിട്ട് സെക്ഷണൽ ടൈമർ കൊണ്ടുവന്നു എന്നുള്ള കാര്യമാണ്. അത് ബാങ്ക് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറന്റ്സ് ഒരു പക്ഷേ അറിയാമായിരിക്കും. സെക്ഷണൽ ടൈമർ വെച്ചിട്ട് എങ്ങനെയാണ് സെക്ഷണൽ ടൈമർ വർക്ക് ചെയ്യുന്നത്. ഓരോ സെക്ഷനും സെപ്പറേറ്റ് ടൈമിംഗ് ആണ്. ആ ടൈം കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നാവിഗേറ്റ് ചെയ്യും എന്ന് പറയുന്ന സെക്ഷണൽ ടൈമിംഗ് ഈ വർഷം SSC-CGL ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച്. അപ്പം ടയർ 1 പരീക്ഷയ്ക്ക് തന്നെ 4 സെക്ഷനുകളുണ്ട്. ഓരോ സെക്ഷനുകൾക്കും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ഓരോ സെക്ഷനുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ സ്ട്രാറ്റജീസ് ഒക്കെ മാറ്റിയില്ലെങ്കിൽ, ഒരുപക്ഷെ മാക്സിമം റീസണിങ്ങും മാക്സിമം സ്കോർ ചെയ്യാൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത സ്ട്രാറ്റജിയിൽ നിന്നും ഒരു മാറ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ വീണ്ടും ഫെയിൽ ചെയ്യാനാണ് അല്ലെങ്കിൽ വീണ്ടും ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതുവരെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി അതിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമല്ല ഉള്ളത്. സെക്ഷണൽ ടൈമർ ഒന്നും പറഞ്ഞത് ടെൻഷൻ ആവുകയല്ല കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. ഒരു മാറ്റം വരുമ്പോൾ ആ മാറ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ആ എക്സാം എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രഷ്ലി ഒരുപാട് നാളൊന്നും ആവാതെ ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പുതിയൊരു മാറ്റത്തിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണാം. ഇനി വേറെ എന്താണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ SSC-CGL-മായി ബന്ധപ്പെട്ട് ലൈവ് ഫോട്ടോ ക്യാപ്ചർ നടക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ന്യൂ ഓഫീസ് പോർട്ടലാണ്, പുതിയ പോർട്ടലാണ്. നിങ്ങൾക്ക് ssc.gov.in എന്ന് പറയുന്ന പുതിയ പോർട്ടലിലാണ് ഇപ്പൊ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. പഴയ വെബ്സൈറ്റുകൾ ഇപ്പൊ വാലിഡ് അല്ല. സോ അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡിംഗ് മെക്കാനിസം. അതായത് നേരത്തെ SSC-CGL പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെയിറ്റിംഗ് സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില ആൾക്കാർ ആ പോസ്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ആ പോസ്റ്റുകൾ പലപ്പോഴും വേക്കന്റ് ആയിട്ട് കിടക്കാറുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 സ്റ്റേജ് ആയിട്ടുള്ള ഒരു സ്ലൈഡിംഗ് മെക്കാനിസം. ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് പോസ്റ്റുകൾ അലോട്ട് ചെയ്തിട്ട് ആ സ്റ്റേജിൽ കിട്ടിയ ആൾക്കാർക്ക് ആ സ്റ്റേജ് പോസ്റ്റുകൾ ഓക്കെ ആണെങ്കിൽ അവർ ജോയിൻ ചെയ്യുകയും ഇല്ലെങ്കിൽ മറ്റു കുറെ ആൾക്കാർക്ക് അവസരം കിട്ടുകയും ചെയ്യുന്ന തരത്തിലൊരു സ്ലൈഡിംഗ് മെക്കാനിസം, വെയിറ്റിംഗ് ലിസ്റ്റ് സമ്പ്രദായത്തിന് പകരമായിട്ടുള്ള ഒരു സ്ലൈഡിംഗ് മെക്കാനിസമാണ് CGL ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും പുതുതായിട്ട് CGL എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങളാണ്. ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് നോക്കാം. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 21-നാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ജൂൺ 22 വരെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാം. അടുത്ത മാസം 22-ാം തീയതി വരെ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യാനുള്ള സമയമാണ്. അതുപോലെ കറക്ഷൻ വിൻഡോ, ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജൂൺ 29 മുതൽ ജൂലൈ 1 വരെയാണ് ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനുള്ള സമയം. പിന്നീട് എക്സാം നടക്കാൻ പോകുന്നത് ഒന്നാമത്തെ സ്റ്റേജ് ടയർ 1 പരീക്ഷ നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ ഇപ്പോൾ മെയ് അവസാനം ആവാറായി. ജൂൺ ജൂലൈ 2
ഫുൾ മന്ത് 60 ദിവസം കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലുണ്ട്. പിന്നീട് ചിലപ്പോൾ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം, ചിലപ്പം ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു 3 മാസം വരെ, മാക്സിമം ഒരു 3 months, മാക്സിമം ഒരു 3 മാസമാണ് ടയർ 1 പരീക്ഷയ്ക്ക് മുമ്പ് ഉള്ളത്. ഇനി ടയർ 2 ഡിസംബറിലാണെന്ന് പറഞ്ഞു. ടയർ 2 പരീക്ഷയ്ക്ക് മുമ്പ് എത്ര മാസം ഉണ്ട്? ഇപ്പൊ നമ്മൾ മെയ് കംപ്ലീറ്റ് ആയി. ഏകദേശം 6 മാസം ടയർ 2 പരീക്ഷയ്ക്ക് മുമ്പായിട്ടുണ്ട്. അതൊരു നല്ലൊരു ടൈം പീരീഡ് ആണ്. ടയർ 2 ഉൾപ്പെടെ ടയർ 2ന്റെ മാർക്കിനെ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് റാങ്ക് നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ടയർ 1 ജസ്റ്റ് ക്വാളിഫയർ മാത്രമാണ്. സോ ടയർ 2 നിങ്ങളുടെ മുമ്പിൽ 6 മാസം ഉണ്ടെന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യാനും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സ്ട്രാറ്റജൈസ് ചെയ്യാനുമായിട്ടുള്ള ഒരു സമയമാണ്. ഈ വേക്കൻസീസ് ഞാൻ നേരത്തെ പറഞ്ഞു 12,256 വേക്കൻസീസ് ആയിട്ടാണ് ടോട്ടൽ വരുന്നത്. അതിൽ ഗ്രൂപ്പ് ബിയിൽ ഗസറ്റഡ് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഗ്രൂപ്പ് ബി പോസ്റ്റിൽ ഗസറ്റഡ് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഗ്രൂപ്പ് ബിയിൽ നോൺ ഗസറ്റഡ് പോസ്റ്റർ ആയിട്ടുള്ള ASO ഇൻസ്പെക്ടർ ഒക്കെ വരുന്നുണ്ട്. ഗ്രൂപ്പ് സിയിൽ ഓഡിറ്റർ, ടാക്സ് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഇതിനകത്ത് എല്ലാം കൂടി ചേർത്തിട്ടാണ് ടോട്ടൽ ഇത്രയും 12,256 വേക്കൻസീസ് വരുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ നമുക്ക് നോക്കാം. പേ ലെവൽ 7ലും 8ലും വരുന്ന പോസ്റ്റുകൾ പറഞ്ഞാൽ പേ ലെവൽ 8ൽ വരുന്ന അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസറും അസിസ്റ്റന്റ് അക്കൗണ്ട്സ് ഓഫീസറുമാണ്. അതുപോലെ പേ ലെവൽ 7ലാണ് ASO പോസ്റ്റ് വരുന്നത്. ASO CSSലും MEAയിലും IBയിലൊക്കെ വരുന്ന ASO പോസ്റ്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വരുന്നത് പേ ലെവൽ 7ലാണ്. അതുപോലെ ഇൻകം ടാക്സ് ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ഇൻസ്പെക്ടർ, ഇതൊക്കെ പേ ലെവൽ 7ൽ വരുന്നതാണ്. ഈ ലെവൽ 6ൽ വരുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റ്, സബ് ഇൻസ്പെക്ടർ, NIA, JSO എക്സെട്ര. അതുപോലെ ലെവൽ 5ൽ വരുന്ന ഓഡിറ്റർ, അക്കൗണ്ടന്റ് തുടങ്ങിയ പോസ്റ്റുകളാണ്. ലെവൽ 4ൽ വരുന്നത് ടാക്സ് അസിസ്റ്റന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകളാണ് വരുന്നത്. ഇത്തരത്തിൽ ലെവൽ 4 മുതൽ ലെവൽ 8 വരുന്ന മൾട്ടിപ്പിൾ കാറ്റഗറി ഓഫ് പോസ്റ്റുകളാണ് SSC CGL എക്സാം വഴി റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. നിങ്ങൾക്ക് പക്ഷേ അറിയാമായിരിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയാൽ ഈ പരീക്ഷ എഴുതാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 32 വയസ്സ് വരെയാണ്. അത് JSO പോസ്റ്റിന് മാത്രമാണ് 32 വയസ്സ് വരെ. ബാക്കി മിക്കവാറും എല്ലാ പോസ്റ്റുകൾക്കും തന്നെ 30 വയസ്സ് വരെ, 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ എഡ്യൂക്കേഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഡിഗ്രി വേണം. ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി, അത് BSc ആവാം, BA ആവാം, BTech ആവാം, അങ്ങനെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി വേണം എന്നുള്ളതാണ് പറയുന്നത് നോർമലി എല്ലാ പോസ്റ്റുകൾക്കും. ഇനി അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ആണെങ്കിൽ അതിന് ഡിസൈറബിൾ ആയിട്ട് CA അല്ലെങ്കിൽ MBA MCOM പറയുന്നുണ്ട്. JSO ആണെങ്കിൽ ബാച്ചിലേഴ്സ് പ്ലസ് 60% in math or bachelor's with statistics പറയുന്നുണ്ട്. ഇതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രെഡിറ്റ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്സ് അല്ലെങ്കിൽ എക്കണോമിക്, ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കംപ്ലീറ്റ് ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ എഴുതാം. ആപ്ലിക്കേഷൻ പ്രോസസിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ലോഗിൻ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം, ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക. ഇനി എക്സാംസിനെ പറ്റി നമുക്ക് നോക്കാം. എക്സാമിൽ എന്താണ് മാറ്റം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ടയർ 1 എക്സാം പാറ്റേൺ, ഒന്നാമത്തെ സ്റ്റേജ് എക്സാം പാറ്റേൺ, ഇതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. എക്സാമിനോ സിലബസിനോ മറ്റൊരു കാര്യങ്ങൾക്കും അല്ല മാറ്റം വന്നിരിക്കുന്നത്. സിലബസിനൊന്നും യാതൊരു ചേഞ്ചും വന്നിട്ടില്ല ഇതുവരെ. ആസ് ഓഫ് നൗ അങ്ങനെയുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇപ്പൊ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് 100 ചോദ്യങ്ങളാണ് SSC CGL ചോദിക്കുന്നത്. 25 ചോദ്യം വെച്ചിട്ട് 4 സെക്ഷൻ, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, ഇങ്ങനെ 4 സെക്ഷൻസ് അവിടെ. ഓരോ സെക്ഷനിലും 25 ചോദ്യങ്ങളാണ്. ഒരു ചോദ്യത്തിന് 2 മാർക്ക്, നെഗറ്റീവ് മാർക്ക് 1/2 മാർക്കാണ്. ഇതായിരുന്നു നമ്മുടെ എക്സാമിൽ ഇത്രയും നാളെ നടന്നുകൊണ്ടിരുന്ന ഒരു എക്സാം പാറ്റേൺ. അതിലൊന്നും ചേഞ്ച് ഇല്ല. ഇത്രയും ചോദ്യങ്ങൾ, 100 ചോദ്യങ്ങൾക്ക് 60 മിനിറ്റ് എന്നൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്ഷൻ വൈസ് ടൈമർ കട്ട് ഓഫ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാത്സിന് സെപ്പറേറ്റ് ടൈമിങ്, റീസണിങ്ങിന് സെപ്പറേറ്റ് ടൈമിങ്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ വർഷമാണ് ഓരോ സെക്ഷനും 15 മിനിറ്റ് എന്ന സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് മാത്സ് ചെയ്യാൻ നിങ്ങൾക്ക് 15 മിനിറ്റ് മാത്രമേ കിട്ടൂ, റീസണിങ് ചെയ്യാനും 15 മിനിറ്റ് മാത്രമേ കിട്ടൂ, GKക്കും 15 മിനിറ്റ്, ഇംഗ്ലീഷിനും 15 മിനിറ്റ്. അങ്ങനെ ഓരോ സെക്ഷൻ ചെയ്യാനും മാക്സിമം നിങ്ങൾക്ക് 15 മിനിറ്റ് കിട്ടും. ഒരു സെക്ഷന്റെ ടൈം എടുത്ത് മറ്റൊരു സെക്ഷനിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് ഇത്രയും നാളെ പ്രിപ്പയർ ചെയ്ത ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരുടെ ഒരു പ്ലാൻ ഉണ്ടാവും. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഒരുപക്ഷെ വളരെ കുറച്ച് സമയം കൊണ്ട് GKയും ഇംഗ്ലീഷും ഒക്കെ കവർ ചെയ്തതിനു ശേഷം ബാക്കി മാക്സിമം ടൈം മാത്സിനും റീസണിങ്ങിനും ഒരു പക്ഷേ 30 മുതൽ 40 മിനിറ്റ് വരെ മാത്സിനും റീസണിങ്ങിനും കൊടുത്തുകൊണ്ടായിരുന്നു ഇത്രയും ഒരുപാട് ആൾക്കാർ മാക്സിമം സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു പ്ലാൻ ഒരുപക്ഷെ ഇനി വർക്ക്ഔട്ട് ആവണമെന്നില്ല. കാരണം ഓരോ സെക്ഷനും 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ 15 മിനിറ്റിൽ 25 ചോദ്യങ്ങളുള്ളതിൽ എത്ര മാത്രം നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. അതായത് മാത്സിന്റെ ടൈം മറ്റൊന്നിനും വേണ്ടി അല്ലെങ്കിൽ GKയുടെ ടൈം മറ്റൊന്നിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. സോ പ്രോപ്പർലി പ്ലാൻ ചെയ്യുക. ബാങ്ക് എക്സാംസിനൊക്കെ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സെക്ഷണൽ ടൈമർ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ ആ ഒരു മാതൃക
മാതൃകയിൽ ബാങ്ക് എക്സാമിന്റെ മാതൃകയിലേക്ക് ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് ഈ വരുന്ന പ്രിപ്പറേഷനെ നിങ്ങൾക്കും പ്ലാൻ ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ പേപ്പർ 2 നോക്കുകയാണെങ്കിൽ പേപ്പർ 2 ഇത്തരത്തില് മാത്സും റീസണിംഗും കൂടെ 30-30-60 ചോദ്യങ്ങളാണ്. 30-30-60 ചോദ്യം. ഈ ഭാഗത്തും സെക്ഷണൽ ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാത്സിന് 30 മിനിറ്റ്, റീസണിങ്ങിനും 30 മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത്. 60 ചോദ്യങ്ങളാണ്. 30 ചോദ്യം മാത്സും 30 ചോദ്യം റീസണിങ്ങുമാണ്. അവിടെ മാത്സിന് 30 മിനിറ്റ് കിട്ടും, റീസണിങ്ങിന് 30 മിനിറ്റ്. ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് എന്ന രീതിയിലായിരിക്കും ഇവിടെ നിങ്ങൾക്ക് വെയിറ്റേജ് വരുന്നത്. ഇനി സെക്ഷൻ 2 എന്ന് പറയുന്നത് അവിടെ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ്. അവിടെയും സെക്ഷണൽ ടൈമർ ഉണ്ട്. ഇംഗ്ലീഷ് 45 ചോദ്യങ്ങൾ ചെയ്യാൻ 40 മിനിറ്റ് ആണ് കിട്ടാൻ പോകുന്നത്. 45 ചോദ്യങ്ങൾ ചെയ്യാൻ 40 മിനിറ്റും, ജനറൽ അവയർനെസ് GK-ക്ക് 25 ചോദ്യം ചെയ്യാൻ 20 മിനിറ്റ്, അവിടെ 60 മിനിറ്റ് കിട്ടും. അപ്പൊ ആദ്യത്തെ സെക്ഷനും 1 മണിക്കൂർ കിട്ടും, രണ്ടാമത്തെ സെക്ഷനും 1 മണിക്കൂർ കിട്ടും. ആദ്യത്തെ സെക്ഷനിൽ 180 മാർക്കും രണ്ടാമത്തെ സെക്ഷനിൽ 210 മാർക്കും കൂട്ടി 390 മാർക്കാണ്. അതിനൊന്നും വ്യത്യാസമില്ല. പക്ഷേ ഇൻഡിവിജ്വലി ഓരോ സെക്ഷനും സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. 20 ചോദ്യങ്ങളാണ് അതിൽ നിന്ന് വരുന്നത്. ഈ ചോദ്യങ്ങളിൽ 15 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം. 15 മിനിറ്റിൽ 20 ചോദ്യങ്ങൾ. അത് ജസ്റ്റ് ക്വാളിഫയർ മാത്രമാണ്. അതിന്റെ മാർക്ക് ഫൈനൽ നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യില്ല എന്നൊരു കാര്യം കൂടി ഓർത്തോട്ടെ. അപ്പൊ സെക്ഷൻ 1-ന്റെയും സെക്ഷൻ 2-ന്റെയും ടോട്ടൽ മാർക്ക് 390 മാർക്കിലായിരിക്കും നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഈ ഫൈനൽ സെലക്ഷൻ ലോജിക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഈ ഒരു പരീക്ഷ ഇത്തരത്തിലുള്ള CGL പോലുള്ള എക്സാമിന് നിങ്ങളുടെ ടയർ 2-ന്റെ മാർക്ക്, അതിന്റെ പെർഫോമൻസിനെ മാത്രം ബേസ് ചെയ്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ടയർ 1 ഈസ് പ്യൂർലി ക്വാളിഫൈയിങ് ആൻഡ് ഡസ് നോട്ട് അഫക്ട് ദ ഫൈനൽ റാങ്ക്. ഫൈനൽ റാങ്കിനെ അഫക്ട് ചെയ്യില്ല. പക്ഷേ ടയർ 1 ഇനി ക്ലിയർ ചെയ്യാതിരിക്കാനുള്ള സാധ്യതയും കൂടെ. പ്രോപ്പർലി നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ ടയർ 1 മാക്സിമം റീസണിങ് പ്രോപ്പർ ആയിട്ട് ടൈം വെച്ച് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ക്വാളിഫൈ ആവാതിരിക്കും. ടയർ 1 ചിലപ്പോൾ കഴിഞ്ഞ വർഷം ക്വാളിഫൈ ആയ ആൾക്കാർ പോലും ഈ വർഷം ഒരു പക്ഷേ ക്വാളിഫൈ ആയില്ലെന്ന് വരാം. സോ പ്രോപ്പർലി മനസ്സിലാക്കി, സിസ്റ്റംസ് മനസ്സിലാക്കി പ്രോപ്പർലി അതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷന് മാറ്റം തീർച്ചയായിട്ടും കൊണ്ടുവരിക. അതുകൊണ്ട് ഇത്തരത്തിലൊരു മാറ്റം എങ്ങനെയാണ് ഇതിനകത്ത് മാറ്റം വരുന്നത്? പ്രത്യേകിച്ചും ബാങ്ക് എക്സാംസിന്റെ ഒരു മാതൃകയിലോട്ടാണ് SSC പോകുന്നത്. പലർക്കും സംശയമുണ്ട്. ഒരുപക്ഷെ ബാങ്കിങ് എക്സാംസിന് കൂടി പ്രിപ്പയർ ചെയ്യുന്ന SSCയോടൊപ്പം തന്നെ ബാങ്കിങ് എക്സാംസിന് കൂടി പ്രിപ്പയർ ചെയ്യുന്ന പലർക്കും ഒരുപക്ഷെ ഇതൊരു അഡ്വാൻറ്റേജ് ആണ് എന്ന് വേണമെങ്കിൽ കാണാം. അവരുടെ പ്രിപ്പറേഷൻ അത്തരത്തിലാണ്. ഇനി ഒരുപക്ഷെ ഒരു കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതായത് പരീക്ഷയിൽ സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേണിന് വ്യത്യാസം വരുമോ എന്നൊരു കൺഫ്യൂഷൻ കൂടിയുണ്ട്. അതായത് നേരത്തെ ചോദിച്ച അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണോ, അതോ കുറച്ചുകൂടി ബാങ്ക് എക്സാംസ് പോലെ തന്നെ കുറച്ചുകൂടി എക്സ്ട്രാ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ പാർട്ടിൽ നിന്ന് കുറെ അധികം ചോദ്യങ്ങൾ ഇവിടെ വരാൻ സാധ്യതയുണ്ടോ? ഒരുപാട് ടഫ് അല്ലാത്ത ചോദ്യങ്ങൾ വെച്ച് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം മാത്സിൽ നിന്നൊക്കെ വരാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു മാറ്റം കൂടി ഉൾക്കൊണ്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് പോകാൻ. അപ്പൊ അത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റെനോഗ്രാഫർ ഇനി വരാൻ പോകുന്ന സെലക്ഷൻ പോസ്റ്റിന്റെ ഒരു എക്സാം എങ്ങനെയാണെന്ന് കാണണം. ആ സെലക്ഷൻ പോസ്റ്റിന്റെ പരീക്ഷ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായാൽ ഏകദേശം SSC CGL-ന്റെ പരീക്ഷയ്ക്ക് ഏത് തരത്തിലുള്ള ചോദ്യം വരും നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതും കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് സെക്ഷണൽ ടൈമർ വെച്ചിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്ലാൻ ആണ് നിങ്ങൾ എല്ലാവരും ഇടുന്നത്. അപ്പൊ കണ്ടിന്യൂസ്ലി മാക്സിമം പ്രാക്ടീസുകൾ ചെയ്തോളുക. അതുപോലെ തന്നെ ദിശ അക്കാഡമിയോട് ചേർന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ, പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ദിശ അക്കാഡമിയോട് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിക്ക് 5 ഓഫ്ലൈൻ സെന്റേഴ്സ് ആണ് കറന്റ് ഉള്ളത്. ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ, കോഴിക്കോട് ഇത്രയും ബ്രാഞ്ചസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പുതുതായിട്ട് ജൂൺ മാസം അല്ലെങ്കിൽ ജൂലൈ മാസം എല്ലാ മാസവും ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ മാസത്തെ ബാച്ച് ജൂൺ 3-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ബ്രാഞ്ചസിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന കോൺടാക്ട് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് ദിശ അക്കാഡമിയോടൊപ്പം ചേർന്ന് പ്രിപ്പയർ ചെയ്യാം. അല്ലെങ്കിൽ ദിശ അക്കാഡമി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്റേഴ്സ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി തരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.